കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടിക്കാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഭാരമെന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ കുറിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ്. അച്ഛനമ്മമാരുടെ ജീവിതങ്ങളെ തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ടും അവരുടെ നെഞ്ചകത്തേക്ക് ഒരു അമ്മിക്കല്ല് എടുത്തു വെച്ചുകൊണ്ടുമാണ് മക്കൾ അകാലത്തിൽ നഷ്ടമാകുന്നത്. ഇനി ഒരിക്കലും കരകയറാനാവാത്ത വിധത്തിലുള്ള സങ്കടങ്ങളുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് മാതാപിതാക്കൾ ഞെട്ടറ്റ് നിലം പതിക്കുന്നു. ആ തീവ്ര സങ്കടങ്ങളുടെ മൂർധന്യത്തിലും തങ്ങളുടെ കുഞ്ഞിൻ്റെ നഷ്ടപ്പെടൽ വഴിയും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശം നിറയ്ക്കാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്താൻ കഴിയുന്നതും അപൂർവം ചിലർക്കു മാത്രമാണ്. അക്കൂട്ടത്തിലാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രാഹാമിനെയും ഷെറിൻ ആൻഡ് ജോണിനെയും ഉൾപ്പെടുത്തേണ്ടത്. ഈ ദമ്പതികളുടെ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ ഫെബ്രുവരി 5-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരണമടഞ്ഞപ്പോൾ തങ്ങളുടെ പൊന്നോമനയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചതിലൂടെ അവയവ ദാന ചരിത്രത്തിൽ തന്നെ മറ്റൊരു അധ്യായം തന്നെയാണ് അവർ എഴുതി ചേർത്തത്. അവയവദാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവായി ആലിൻ മാറിയത് അങ്ങനെയാണ്. ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് ആലിൻ മാലാഖമാരുടെ നാട്ടിലേക്ക് യാത്രയായത്. ഈ പൊന്നോമനയുടെ നേത്രപടലങ്ങളും വൃക്കകളും കരളും ദാനം ചെയ്തപ്പോൾ എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് പ്രകാശം വിരിഞ്ഞത്. ഇരുണ്ടുപോയ മറ്റൊരാളുടെ ജീവിതത്തിൽ തിരിതെളിക്കലാണ് അവയവദാനം. മരണത്തിനപ്പുറവും കടന്നു ചെല്ലുന്ന നന്മയും അയാൾ സ്ഥാപിക്കുന്ന അനശ്വര സ്മാരകവുമാണ് അവയവദാനം. ആലിൻ കടന്നുപോയാലും അവളിലൂടെ ഇനിയും ചിലർ ലോകത്തെ കാണും എന്നത് തന്നെയാണ് അവയവദാനത്തിൻ്റെ മഹത്വം. കരൾ, ഹൃദയം, കണ്ണ്, വൃക്ക എന്നിങ്ങനെ എത്രയോ അവയവങ്ങളാണ് മരണാനന്തരം മറ്റൊരാളുടെ ജീവിതത്തിന് പ്രതീക്ഷയുടെ തുടുപ്പുകളായി മാറുന്നത്. അവയവദാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി വരുന്നു എന്നതിൻ്റെ തെളിവാണ് കേരളത്തിൽ അവയവദാതാക്കളാകാൻ സന്നദ്ധരായവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. 2025-ൽ മാത്രം 77 അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് നടന്നത്. 2024-ൽ അത് 33 മാത്രമായിരുന്നു എന്നറിയുമ്പോഴാണ് അവയവമാറ്റ ശസ്ത്രക്രിയയിലെ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. ഈ വർഷം 2 മാസത്തിനിടയിൽ തന്നെ 6 പേർ അവയവങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞു. അതുപോലെ മരണാനന്തര അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. മരണാനന്തരം തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് എഴുതി വയ്ക്കുന്നവർ മുതൽ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരാകുന്ന ബന്ധുക്കൾ വരെ ഇപ്രകാരം മറ്റൊരാളുടെ ജീവിതത്തിൽ തിരിതെളിച്ചുകൊണ്ടിരിക്കുന്നു. അവയവദാനത്തിന്റെ മഹത്തായ മാതൃകകളായി ഇന്നും കേരളത്തിൽ അനേകരുണ്ട്. നിസ്വാർത്ഥമായും മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതവുമായി അവയവദാന കർമ്മത്തിൽ പങ്കാളികളായവർ. എന്നാൽ ഇതിൻ്റെ എല്ലാം മറവിൽ അവയവദാനങ്ങൾക്ക് മറ്റൊരു ഇരുണ്ട മുഖം കൂടിയുണ്ട്. അവയവദാനം കച്ചവടമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഇരുണ്ട വശം. അവയവ കച്ചവടത്തിനായി 100 കണക്കിന് ഇന്ത്യക്കാരെ വിദേശത്തേക്ക് കടത്തിയ രാജ്യാന്തര മനുഷ്യക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന മലയാളിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിലെ ആശുപത്രികളിലാണ് ഇതിലെ അവയവമാറ്റം കൂടുതലായും നടന്നത്. വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും നിർമ്മിച്ച് ആൾമാറാട്ടം നടത്തിയാണത്രേ അവയവം വിൽക്കാനുള്ളവരെ വിദേശത്തേക്ക് കടത്തിയത്. സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്നവരെ വലിയ പ്രലോഭനങ്ങളിൽപ്പെടുത്തി അവർക്ക് നാമമാത്ര തുക നൽകി എന്നാൽ വലിയ തുകയ്ക്ക് ഡീലുറപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘമാണ് ഇവിടെ അവയവദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നതുപോലെ ഞെട്ടിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്നതും. ഏതെങ്കിലും ഓപ്പറേഷന് വേണ്ടി ചെല്ലുമ്പോൾ രോഗി പോലും അറിയാതെ അവരുടെ ആന്തരിക അവയവങ്ങൾ ആശുപത്രിക്കാർ കവർന്നെടുക്കുന്നത് മുതൽ അപൂർവമായി മാത്രമുള്ള ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടി രോഗികളെ മനഃപൂർവ്വം കൊന്ന് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലേക്ക് വരെ സാഹചര്യങ്ങൾ ഇന്നെത്തി നിൽക്കുകയാണ്. മസ്തിഷ്ക മരണമെന്ന് റിപ്പോർട്ട് നൽകി അവയവദാനം ചെയ്തെന്ന പരാതിയിൽ കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിനും അവിടുത്തെ 8 ഡോക്ടർമാർക്കുമെതിരെ കേസെടുത്ത സംഭവം പലരുടെയും ഓർമ്മയിലുണ്ടാവും. 2009 നവംബർ 29-ന് നടന്ന അപകടത്തെ തുടർന്ന് ഉടുമ്പൻചോല സ്വദേശി VJ എബിൻ എന്ന 18-കാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ്. തലയിൽ കട്ടപിടിച്ച് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും പിന്നീട് യുവാവിൻ്റെ അവയവങ്ങൾ വിദേശിക്ക് ദാനം ചെയ്യുകയാണ് ചെയ്തതെന്നുമായിരുന്നു ആരോപണം.
ഇത് സത്യമാണെങ്കിൽ നാം വിശ്വസിക്കുന്ന ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും അവസ്ഥ എന്തായിരിക്കും? രോഗിയുടെ ജീവന് കാവലാളായി മാറേണ്ട ഇടവും സാധാരണക്കാരുടെ ജീവനെ അലക്ഷ്യമായി കണക്കാക്കുകയും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പെരുമാറുകയും ചെയ്യുന്നുവെന്ന് കേരള സമൂഹം ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ്. ചികിത്സയെന്ന അവകാശം നിഷേധിക്കുകയും മനുഷ്യരെ ഗിനിപ്പന്നികളായി കണക്കാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് ആശുപത്രിയിൽ കേന്ദ്രീകരിച്ച് ഇന്ന് തഴച്ചു വളർന്നിരിക്കുന്നുവെന്നത് നിഷേധിക്കാനാവുന്ന കാര്യമല്ല. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന് നേരെയല്ല ഈ ആരോപണം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ആരോപണങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആശങ്കയോടും നെഞ്ചിടിപ്പോടും കൂടി മാത്രമേ ആരോഗ്യ മേഖലയെ നോക്കിക്കാണാൻ നമുക്കിന്ന് സാധിക്കുകയുള്ളൂ. രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടേഴ്സും രോഗികൾ ദേവാലയം പോലെ കാണുന്ന ആശുപത്രികളും ചേർന്ന് പണത്തിനു വേണ്ടി നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുമ്പോൾ നാം ആരെയാണ് പഴിക്കേണ്ടത്? സ്വയം വിധിയെ തന്നെയോ? വാഹനാപകടങ്ങളിൽപ്പെട്ടവരെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെ സന്മനസ്സിനെയും അവരുടെ വേഗത്തെയും ആദരവോടെയല്ലാതെ കാണാനാവില്ല. അവരുടെ ശ്രദ്ധയും കരുതലും മൂലം എത്രയോ ജീവനുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇക്കൂട്ടത്തിലുമുണ്ട് ചില പുഴുക്കുത്തുകൾ. അപകടത്തിൽപ്പെട്ടവരെ ഏറ്റവും അടുത്തുള്ള നല്ല ഹോസ്പിറ്റലുകളിൽ എത്തിക്കുകയാണല്ലോ ഏറ്റവും ആവശ്യം. എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള അത്തരം ചില ഹോസ്പിറ്റലുകളെ മറികടന്ന് ചില പ്രത്യേക ആശുപത്രികളിൽ സ്ഥിരമായി ആംബുലൻസ് ഡ്രൈവർമാർ രോഗികളെ എത്തിക്കുന്നതായ സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ അപകടത്തിൽപ്പെട്ട രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുമ്പോൾ ആ ആംബുലൻസ് ഡ്രൈവർക്ക് നിശ്ചിത തുക ആശുപത്രിക്കാർ നൽകുന്നുണ്ടത്രേ. അതിനുവേണ്ടിയാണ് ചില പ്രത്യേക ആശുപത്രികളിൽ തന്നെ ആക്സിഡന്റ് കേസുകൾ എത്തിക്കുന്നത്. ഇൻപേഷ്യന്റ് രോഗികളുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ വിദേശികളോ മക്കളോ മരുമക്കളോ ആയി ഉണ്ടെങ്കിലും രോഗി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ പെൻഷൻ വാങ്ങുന്നവരോ ആണെങ്കിൽ അത് മനസ്സിലാക്കിയും ബിൽ തുക നിശ്ചയിക്കുന്ന ഏർപ്പാടുകളും ചില സ്വകാര്യ ആശുപത്രികളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നേരിയ നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നവരുടെ ജീവനെ വെച്ചുകൊണ്ടുള്ള ചൂതാട്ടം നടത്തുന്നതിലും സ്വകാര്യ ആശുപത്രികൾ പിന്നിലല്ല. വൈദ്യശാസ്ത്രപരമായി ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും കരിന്തിരി പോലെ കത്തുന്ന ജീവൻ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നോണം രോഗിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നതും 2-3 ദിവസം മുതൽ ഒരാഴ്ച വരെ അവിടെ കിടത്തി രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് ഊറ്റാവുന്നത്രത്തോളം ഊറ്റിയെടുത്തതിന് ശേഷം രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി മരിക്കാൻ സ്വതന്ത്രമായി അനുവദിക്കുന്നത് പോലെയുള്ള എത്രയോ സംഭവങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന പലരുടെയും അനുഭവത്തിലുണ്ടാവും. കൂടുതലായൊന്നും ചെയ്യാനില്ല, ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയി രോഗിയെ സമാധാനപൂർവ്വം മരിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഇന്ന് എത്രയോ കുറവാണ്. അങ്ങനെ പറയാൻ മാനസികമായി ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിനെ പോലും ആശുപത്രിക്കാർ വിലക്കെടുത്തിരിക്കുന്നതിനാൽ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മരണാസന്നർ, വൃദ്ധർ എന്നിവർ പോലും ICUവിലും വെന്റിലേറ്ററിലും പ്രിയപ്പെട്ടവരാരും അടുത്തില്ലാതെയാണ് മരണമടയുന്നത്. സ്വസ്ഥവും ശാന്തവുമായ ഒരു മരണം പോലും ഇക്കൂട്ടർക്ക് നിഷേധിക്കുന്നതിന് പിന്നിലുള്ളത് സ്വകാര്യ മാനേജ്മെന്റുകളുടെ പണത്തോടുള്ള ആർത്തിയാണ്. ഏതുവിധേനയും പണം വസൂലാക്കുക, അതിനായി അനാവശ്യമായ ടെസ്റ്റുകൾ നടത്തുക, രക്തപരിശോധന മുതൽ MRI വരെ, എക്സ്റേ മുതൽ പെറ്റ് സ്കാൻ വരെ, അതിനിടയിലും എത്രയോ ടെസ്റ്റുകൾ. ഏതൊരു രോഗത്തിനും മാത്രമല്ല എല്ലാവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന വിധത്തിലാണ് ഇന്ന് ആശുപത്രികളും സൗന്ദര്യവർദ്ധക സെന്ററുകളും ആരോഗ്യ മേഖലയിൽ തഴച്ചു വളരുന്നത്. ഒരു യാത്രക്കിടയിൽ വഴിയോരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂറ്റൻ ഹോർഡിങ്സുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ വിധത്തിലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ഇന്ന് കേരളത്തിലെ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഉള്ളതെന്ന്. 50 വർഷം മുമ്പ് വരെ മനുഷ്യനെ മനുഷ്യൻ എന്ന പൂർണ്ണാർത്ഥത്തിൽ കണ്ടുകൊണ്ടുള്ള ചികിത്സയായിരുന്നു നൽകിയിരുന്നത്. ഇന്ന് മനുഷ്യൻ ഓരോ വിഭാഗങ്ങളായി, അവയവങ്ങളായി, ശരീരഭാഗങ്ങളായി, അതനുസരിച്ച് പ്രത്യേകം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നു, ഡോക്ടേഴ്സ് വന്നു. മനുഷ്യനെയും മറികടന്ന് റോബോട്ടുകളും AIയും ഇന്ന് രോഗനിർണയത്തിലും ചികിത്സയിലും കടന്നു വരുന്നു. പുതിയ സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ നിന്ന് നാം അഭിമാനം കൊള്ളുമ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രോഗത്തിൻ്റെ പേരിൽ രോഗികളെ ചൂഷണം ചെയ്യുന്ന, പണം വസൂലാക്കാൻ ഏത് വിധത്തിലുള്ള മാർഗവും പരീക്ഷിക്കുന്ന ആധുനിക മെഡിക്കൽ രംഗത്തിൻ്റെ കാപഢ്യങ്ങളും കൊള്ളകളുമാണ് വെളിവാക്കുന്നത്. ജീവിതകാലം മുഴുവൻ കൊണ്ട് സമ്പാദിച്ച തുക അത്രയും തീർന്നു പോകാൻ
സ്വകാര്യ ആശുപത്രിയിലെ ആഴ്ചകൾ നീളുന്ന ചികിത്സ മാത്രം മതിയാകും. നിസാരമായ ഒരു പനിക്ക് മരുന്ന് വാങ്ങാൻ സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ 3-5 ദിവസത്തേക്കുള്ള മരുന്നിന് വേണ്ടി ചെലവാക്കേണ്ട തുക ഏറ്റവും കുറവ് 1000 രൂപയാണ്. OP ടിക്കറ്റിന് വേണ്ടി 150 മുതൽ മുകളിലേക്കാണ് ചാർജ്. ഒരു തവണ 150 രൂപ മുടക്കിയാൽ അതിൻ്റെ കാലാവധി ഒരാഴ്ച മാത്രമാണ്. 5 രൂപയും 10 രൂപയും മാത്രം OP ടിക്കറ്റിന് ചാർജ് ഈടാക്കിയിരുന്ന പഴയ കാലത്ത് ഒരു തവണത്തെ പുതുക്കൽ കൊണ്ട് ഒരു മാസമോ അതിലേറെ തവണയോ ഡോക്ടറെ കാണാൻ കഴിഞ്ഞിരുന്നു. ഡോക്ടർമാർ പേരിനൊപ്പം ചേർക്കുന്ന ബിരുദങ്ങൾക്കും കോഴ്സുകൾക്കും അനുസരിച്ചാണ് അവരെ കാണാനുള്ള ഫീസ് ഇന്ന് നിശ്ചയിക്കുന്നത്. ഒരു പനിക്ക് വേണ്ടി ഒരു ദിവസം 1000 രൂപയുടെ മരുന്ന് വാങ്ങേണ്ടി വരുന്ന ദിവസവേതനക്കാരന് കിട്ടുന്ന ദിവസക്കൂലി എത്രയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ചികിത്സ ഇടത്തരക്കാരെ എത്രത്തോളമാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. സെയിൽസ്മാനായോ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലോ ജോലി നോക്കുന്ന ഒരാളുടെ ദിവസവേതനത്തിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ അയാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഒന്നാം തരം ചികിത്സാ സൗകര്യങ്ങളുണ്ട് എന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകൾ അവകാശപ്പെടാറുണ്ടെങ്കിലും മധ്യവർഗത്തിൽപ്പെട്ട ഭൂരിഭാഗവും സ്വകാര്യ ആശുപത്രികളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലെ സ്ഥല ദൗർലഭ്യവും വേണ്ടതുപോലെയുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും ജീവനക്കാരുടെ പരുഷ്യമായ പെരുമാറ്റവും എല്ലാം ഗതികേട് കൊണ്ടാണെങ്കിലും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ ഇടത്തരക്കാരെ പോലും നിർബന്ധിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആശ്രയം തേടിയെത്തുന്ന സാധാരണക്കാരാണ് ആശുപത്രിക്കാരുടെ കൊള്ളയ്ക്ക് കൂടുതലായും ഇരകളാകുന്നത്. താഴെ തട്ടിലുള്ളവരെ ചികിത്സയുടെ പേരിൽ സഹായിക്കാൻ ചില ഗവൺമെന്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മകളോ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഇടത്തരക്കാരെ സഹായിക്കാൻ അധികമാരും മുന്നോട്ട് വരാറില്ല. സമൂഹത്തിൽ അത്തരക്കാർ പുലർത്തിപ്പോരുന്ന തരക്കേടില്ലാത്ത ജീവിതം എന്ന പ്രതിച്ഛായ തന്നെയാണ് അതിനുള്ള കാരണങ്ങളിലൊന്ന്. അതുകൊണ്ട് ചികിത്സയുടെ പേരിൽ ഏറ്റവും അധികം നിസ്സഹായരാകുന്നവർ ഇടത്തരക്കാരാണ്. ആ ഇടത്തരക്കാരെയാണ് സ്വകാര്യ ആശുപത്രികൾ നിർദ്ദയമായി ചൂഷണം ചെയ്യുന്നത്. ആരോഗ്യ മേഖലയെ ഒരു ശുശ്രൂഷ മേഖലയായിട്ടാണ് തുടക്കത്തിൽ കണക്കാക്കി പോന്നിരുന്നത്. രോഗികൾക്ക് അക്കാലത്ത് മാന്യമായ പരിഗണന നൽകുകയും ചെയ്തിരുന്നു. രോഗം മാറണമെന്ന് രോഗിയെപ്പോലെ തന്നെ ഡോക്ടറും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് രോഗം മാറിയാൽ തന്നെ പുതിയ രോഗവുമായി വീണ്ടും തന്നെ വന്നു കാണണമെന്നാണ് ഡോക്ടർമാർ ആഗ്രഹിക്കുന്നത്. രോഗി എന്നാൽ പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് അവർക്കറിയാം. ഇന്ന് വൻ ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു വ്യവസായമായി ആരോഗ്യരംഗം വളർന്നതിനാൽ ആഗോളതലത്തിൽ പണം നിക്ഷേപിക്കുന്ന വിധത്തിലേക്ക് ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾ ഭരണം നടത്തുന്ന ആരോഗ്യ മേഖലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്വകാര്യ ഭീമന്മാർക്കെതിരെ ചെറുവിരലനക്കാൻ പോലും ഇന്ന് മലയാളത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനവും മുതിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്ന അവയവ കച്ചവടത്തെക്കുറിച്ചോ ചികിത്സാ പിഴവുകളെക്കുറിച്ചോ അമിത നിരക്കിനെക്കുറിച്ചോ ഒന്നും ഇത്തരക്കാർ പ്രതികരിക്കാറില്ല. കാരണം എന്താണെന്നോ, പല പ്രമുഖ മാധ്യമങ്ങളുടെയും നിലനിൽപ്പ് ഇത്തരം സ്വകാര്യ ആശുപത്രികൾ നൽകുന്ന പരസ്യങ്ങളാണ്. പരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ എഴുതി സ്വയം കഞ്ഞുകൊടി മുട്ടിക്കാൻ ഒരു മാധ്യമ സ്ഥാപനവും തയ്യാറാകുന്നില്ല. കേരളത്തിലെ വൻകിട സ്വകാര്യ ആശുപത്രികൾ മരുന്ന് നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നുവെന്നതാണ് ആരോഗ്യ മേഖലയിലെ മറ്റൊരു പുതിയ സംഭവ വികാസം. എന്തുകൊണ്ടാണ് ചികിത്സയ്ക്ക് പുറമെ മരുന്ന് നിർമ്മാണത്തിലേക്ക് കൂടി ആശുപത്രികൾ കടന്നു വരുന്നത്? ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നവരും അതിനായി ഏറ്റവും പണം ചെലവഴിക്കുന്നവരും കേരളീയരാണെന്നാണ് ചില സർവേകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നിൻ്റെ 13% കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലയാളികൾ എത്രത്തോളം മരുന്നുകൾക്ക് അഡിക്റ്റ് ആയിരിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. കേരളത്തിൽ 88.43% ആളുകൾ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടിയും 11.57% അതില്ലാതെയുമാണ് ചികിത്സ നടത്തുന്നത്. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നതുപോലെ ഇത്തരത്തിലുള്ള സ്വയം ചികിത്സകൾ സൗഖ്യമല്ല, അപകടമാണ് പലപ്പോഴും വരുത്തിവെക്കുന്നതും. മരുന്ന് കഴിക്കാനുള്ള മലയാളികളുടെ അമിതാവേശം തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇത്രത്തോളം വാണിജ്യവൽക്കരിക്കപ്പെടുന്നതിനും കാരണമായിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രതിവർഷം 15,000 കോടി രൂപയുടെ മരുന്നാണ് വിൽക്കുന്നത്. മരുന്ന് കമ്പനികൾക്ക് ഇതിലൂടെ നല്ലൊരു തുക കമ്മീഷനായി ആശുപത്രികൾ നൽകേണ്ടതുമുണ്ട്. എന്നാൽ സ്വന്തമായി മരുന്ന് നിർമ്മിച്ചാൽ കമ്പനികൾക്ക് കൊടുക്കുന്ന കമ്മീഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം നിലയ്ക്ക് മരുന്ന് നിർമ്മാണം ആരംഭിക്കുന്നതാണ് ബുദ്ധി എന്ന് സ്വകാര്യ ആശുപത്രിക്കാർ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആശുപത്രികൾ മരുന്ന് നിർമ്മാണത്തിനായി തുനിഞ്ഞിറങ്ങുന്നത്. മരുന്ന് വിതരണത്തിലെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ഇപ്രകാരമാണ്.
1 രൂപ നിർമ്മാണ ചെലവുള്ള മരുന്ന് 5 രൂപയ്ക്കാണ് ആശുപത്രി വാങ്ങുന്നത്. എന്നാൽ അത് രോഗിക്ക് നൽകുമ്പോൾ രോഗി കൊടുക്കേണ്ട തുക 10 രൂപയാണ്. മരുന്ന് കമ്പനിക്ക് കൊടുക്കേണ്ട 4 രൂപ കൊടുക്കാതിരിക്കുകയും ആ ലാഭത്തിനൊപ്പം രോഗിയുടെ കയ്യിൽ നിന്ന് 10 രൂപ തന്നെ ഈടാക്കുകയും ചെയ്യാം എന്ന അതിബുദ്ധിയാണ് മരുന്ന് നിർമ്മാണത്തിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കാം എന്ന സ്വകാര്യ ആശുപത്രികളുടെ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നാണല്ലോ ചൊല്ല്. മുൻനിരയിലും പിൻനിരയിലുമുള്ള സ്വകാര്യ ആശുപത്രികൾ ഒന്നുപോലെ ഡോക്ടർമാർക്ക് ടാർജറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും മരുന്ന്, എക്സ്റേ, സ്കാനിംഗ്, ഓപ്പറേഷൻ എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കനുസരിച്ച് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളതും പരസ്യമായ രഹസ്യമാണ്. മാനേജ്മെന്റിന് പണം നേടിക്കൊടുക്കാനായി രോഗികളെ ചൂഷണം ചെയ്യുന്ന ഡോക്ടർ മാനേജ്മെന്റിന് നല്ലവരാണ്. അദ്ദേഹം മിടുക്കനായ ഡോക്ടർ എന്ന് പേര് സമ്പാദിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് ഈ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഒരു ന്യൂനപക്ഷം ഡോക്ടേഴ്സ് എങ്കിലും അവഗണിക്കപ്പെട്ടു പോകുന്നു. സത്യസന്ധരായ ഡോക്ടർമാർക്ക് പോലും നിലനിൽപ്പിന് വേണ്ടി മാനേജ്മെന്റിന് ലാഭം നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. ക്രമേണ മനസ്സാക്ഷി മരവിക്കും. അക്കൗണ്ടിലെത്തുന്ന പണം മാത്രമാകുന്നു ലക്ഷ്യം. ഇവിടെയെല്ലാം രോഗികൾ ബലിയാടുകളായി മാറുകയാണ്. മാനേജ്മെന്റുകൾക്ക് മാത്രമല്ല, മരുന്ന് കമ്പനികളുടെയും കുഴലൂത്തുകാരായി ഡോക്ടർമാർ മാറാറുണ്ട്. ചില പ്രത്യേക മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാർക്ക് മരുന്ന് കമ്പനികൾ വാരിക്കോരി സൗജന്യങ്ങൾ നൽകുന്നതായി മുൻപ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഡോളോ 650 എന്ന മരുന്നിന്റെ വിൽപ്പന കൂട്ടാൻ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 1000 കോടിയുടെ സൗജന്യങ്ങളാണ് ഡോക്ടർമാർക്ക് വാഗ്ദാനം ചെയ്തത്. കമ്പനികൾ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുന്നത് തടഞ്ഞുകൊണ്ട് 2015 നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇനിയും നടപ്പിൽ വരുത്തിയിട്ടില്ല. തന്മൂലം കമ്പനികളെ തൃപ്തിപ്പെടുത്താനായി അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഡോക്ടർമാർ കുറിക്കുകയും രോഗിയുടെ പണം കൊണ്ട് ഡോക്ടർമാർ പണം സമ്പാദിച്ചു കൂട്ടുകയും ചെയ്യുകയാണ്. ചികിത്സയുടെ പേരിൽ ഒരു വിഭാഗം ആളുകളുടെ നടുവൊടിയുമ്പോൾ മറുഭാഗത്ത് അതേ ചികിത്സയുടെ പേരിൽ മറ്റൊരു കൂട്ടർ തടിച്ചു കൊഴുക്കുന്നു. എന്തൊരു വിരോധാഭാസമാണല്ലേ? മനുഷ്യന്റെ രക്തം കുടിച്ചാണല്ലോ കൊതുക് വീർക്കുന്നത്. ഇത്തരത്തിലുള്ള ചൂഷണവും അനീതിയും നിർബാധം തുടരുമ്പോഴും അവയ്ക്ക് മൂക്കുകയറിടാനുള്ള തൻ്റെ ഇടം മാറി മാറി വരുന്ന ഒരു സർക്കാരും നടപ്പിൽ വരുത്തിയിട്ടുമില്ല. ഒരു സർക്കാരിൻ്റെ തുടർച്ചയെന്നോണമാണ് മറ്റൊരു സർക്കാർ പ്രവർത്തിക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും കോരന് കൊമ്പിളിൽ തന്നെയാണ് കഞ്ഞി. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല കൈയടക്കാൻ അമേരിക്കൻ കമ്പനികൾ വരുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത. 6000 കോടി രൂപയാണ് വിദേശ കമ്പനികൾ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ സാധാരണ പോലെ പ്രവർത്തിച്ചിരുന്ന ചില ഹോസ്പിറ്റലുകളൊക്കെ ഇരട്ടി വെളുക്കുമ്പോഴേക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ബഹുനിലകളുള്ള കെട്ടിടങ്ങളായും അത്യാധുനിക ഉപകരണങ്ങളോടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളായും മാറുന്നതിന് പിന്നിലുള്ളത് ഇത്തരത്തിലുള്ള ചില സാമ്പത്തിക സഹായങ്ങൾ കൂടിയുണ്ട്. നിലവിൽ കിട്ടിയ വിവരമനുസരിച്ച് കേരളത്തിലെ 3 സ്വകാര്യ ആശുപത്രികളുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരഞ്ഞെടുപ്പ് വേളയിൽ സാമ്പത്തിക സഹായം നൽകിയ ന്യൂയോർക്ക് ആസ്ഥാനമായ കോൾബർഗ് ക്രോവിഡ് റോബർട്ട് കമ്പനി വാങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ആശുപത്രികൾ ഇത്തരത്തിലുള്ള വിദേശ കമ്പനികൾ കൈയടക്കുന്നതോടെ സംഭവിക്കുന്നത് ചികിത്സാ നിരക്കുകൾ കുത്തനെ വർദ്ധിക്കുകയും സാധാരണക്കാരന് ചികിത്സ നിഷേധിക്കപ്പെടുകയുമാണ്. മലയാളിയുടെ OP ടിക്കറ്റിന്റെ വില മുതൽ അവന് ഏതൊക്കെ മരുന്നുകൾ എങ്ങനെയൊക്കെ നൽകണമെന്നും ഏതൊക്കെ പരിശോധനകൾ നടത്തണമെന്നും തീരുമാനിക്കുന്നത് ഇനി വിദേശ കമ്പനികളായിരിക്കും. പിഴിഞ്ഞ് നീരെടുക്കാൻ വിധിക്കപ്പെട്ടവരായി, നടുവൊടിഞ്ഞു ജീവിക്കേണ്ടവരായി മലയാളികൾ പിന്നെയും മാറും. ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ പലർക്കും ചികിത്സ ലഭിക്കാതെയുമാവും. പലരും ആയുസ്സെത്താതെ ഒടുങ്ങും. കോർപ്പറേറ്റുകൾ ആരോഗ്യമേഖല പിടിമുറുക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു ദുരന്തം, ചെറിയ രീതിയിൽ എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പല ഹോസ്പിറ്റലുകളും അടച്ചു പൂട്ടേണ്ടതായി വരുന്നു എന്നതാണ്. പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഇതിനകം ചെറുകിട ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളുമായി 1500ഓളം സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടപ്പെട്ടു കഴിഞ്ഞു. ആനയെ പോലെ വായി പൊളിക്കാൻ കഴിയാത്ത അണ്ണാന്മാരാണ് തങ്ങളെന്ന തിരിച്ചറിവിൽ ഗത്യന്തരമില്ലാതെ സംഭവിച്ചു പോയതാണ് അത്. വരും കാലങ്ങളിൽ ഇനിയും ചെറിയ ഹോസ്പിറ്റലുകൾ അടച്ചു പൂട്ടപ്പെടുക തന്നെ ചെയ്യും. അതിന് നമ്മളും ഉത്തരവാദികളാണ്. കാരണം ഇന്ന് നമുക്കും ചെറിയ ആശുപത്രികളോ അവിടുത്തെ അപ്രസക്തരായ ഡോക്ടർമാരോ വേണ്ട. പനിയാണെങ്കിലും ചുമയാണെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടുത്തെ പേര് കേട്ട ഡോക്ടറും മതി നമുക്ക്. ഫലമോ ഈ വമ്പൻ സ്രാവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ പല ഹോസ്പിറ്റലുകളും സ്വമേധയാ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകുന്നു. ഇതിലൂടെ ഒറ്റവെടിക്ക് 2 പക്ഷി എന്ന നയം വിജയിക്കുകയും ചെയ്യുന്നു.
വലിയ ഹോസ്പിറ്റലുകളിലേക്ക് സാധാരണക്കാർ എത്തിത്തുടങ്ങും. അവർക്ക് നടത്തേണ്ട പരിശോധനകളും ചികിത്സയും അതിന് ഈടാക്കുന്ന തുകയും കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുകയും ചെയ്യും. മെഡിക്കൽ ഇൻഷുറൻസുകൾ ഒരു പരിധിവരെ ഇടത്തരക്കാരന് ആശ്വാസമായിരുന്നുവെങ്കിലും ഇന്ന് പുതുക്കപ്പെടുന്ന ഇൻഷുറൻസ് നയങ്ങൾ മൂലം പലർക്കും അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോകുന്നു. ഇൻഷുറൻസ് ഉള്ളവർക്ക് പോലും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് താങ്ങാനാവാതെ വരുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ അവസ്ഥ പറയാനുണ്ടോ? അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന് പോലും 25,000 മുതൽക്കുള്ള പ്രീമിയമാണ് നൽകേണ്ടതെന്നിരിക്കെ അന്നന്നത്തെ വഴിക്കുള്ള ആഹാരത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു ഇടത്തരക്കാരന് എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക മുടക്കി പ്രീമിയം എടുക്കാനും വർഷം തോറും പുതുക്കാനും കഴിയുന്നത്? ഭാരത സർക്കാർ എല്ലാവർക്കുമായി നൽകാൻ നിശ്ചയിച്ചിരുന്ന ഇൻഷുറൻസ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും കടും പിടുത്തവും മൂലം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. കേരളമല്ലാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഇൻഷുറൻസ് നടപ്പിലാക്കപ്പെട്ടു എന്നുകൂടി അറിയുമ്പോൾ നെഞ്ചത്തടിക്കാൻ മാത്രമല്ലേ മലയാളികൾക്ക് കഴിയൂ. കേരളം ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും പരസ്യപ്രചാരണം നടത്തുമ്പോഴും നമ്മുടെ ഭരണാധികാരികൾ എല്ലാം പാർട്ടി വ്യത്യാസമില്ലാതെ സ്വന്തം രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മുതൽ പേരക്കുട്ടികളുടെ കാതുകുത്തലിന് വരെ വിദേശങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിവുള്ള കാര്യമാണ്. സർക്കാർ തലങ്ങളിലുള്ള ആരോഗ്യ മേഖലയിൽ വിശ്വാസവും മതിപ്പും ഉണ്ടായിരുന്നുവെങ്കിൽ വിദേശ ചികിത്സയ്ക്ക് വേണ്ടി പോകുമായിരുന്നോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ കഴിയാത്ത എന്ത് ആദർശവും പ്രത്യാശാസ്ത്രവുമാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ മേൽ ഇവർ നടപ്പിൽ വരുത്താൻ പോകുന്നത്? രാഷ്ട്രീയക്കാർക്കും സിനിമാ താരങ്ങൾക്കും അതുപോലെയുള്ള സെലിബ്രിറ്റികൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് സ്വന്തം പണം ആവശ്യത്തിന് ചെലവഴിച്ച് ചികിത്സ തേടാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ സാധാരണക്കാർക്കോ? സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് എല്ലാ വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും സാധാരണക്കാരായ ഭൂരിപക്ഷം ജനങ്ങൾക്കും മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അവഗണനകൾക്കും വിധേയരാവുകയും ചെയ്യേണ്ടി വരുന്നു. റോക്കറ്റ് പോലെ ഉദിച്ചുയർന്ന ചികിത്സാ ചെലവുകൾക്ക് മുൻപിൽ അന്തം വിട്ടു നിൽക്കുകയാണ് അവർ. സർക്കാർ ആശുപത്രികൾ വേണ്ടത്ര മരുന്നോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ല. സ്വകാര്യ ആശുപത്രികളാകട്ടെ രോഗികളെ കൊന്ന് രക്തം കുടിക്കുന്ന വിധത്തിലും ആയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കേരളത്തിലെ സാധാരണക്കാർ എന്ത് ചെയ്യും? പോക്കറ്റിൽ പണമില്ല, ഇൻഷുറൻസ് ഇല്ല, മതിയായ ചികിത്സ നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്കും കഴിവില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ഹോസ്പിറ്റലുകളെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതോ? ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ മലയാള നാട്ടിൽ രോഗം വന്നാൽ, പ്രത്യേകിച്ചും മാറാരോഗം വന്നാൽ മരിക്കുക എന്നല്ലാതെ മറ്റൊരു സാധ്യതയും കാണുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥകളിലൊന്നാണ് രോഗം. ഇന്നലെ വരെ ആരോഗ്യത്തോടെ ജീവിച്ച് പരാശ്രയമില്ലാതെ പ്രവർത്തിച്ചു. ഇപ്പോഴിതാ രോഗിയായി മറ്റുള്ളവരുടെ അനുകമ്പയും ദയയും യാചിച്ച് ആശുപത്രി കിടക്കകളിൽ ചുരുണ്ടുകൂടി കിടക്കേണ്ടതായി വരുന്നു. സമ്പാദിച്ചു കൂട്ടതെല്ലാം ചികിത്സയ്ക്കായി ചെലവഴിച്ചിട്ടും രോഗം ഭേദമാകുന്നില്ല. കടം കൂടുന്ന രോഗിയുടെ ഈ നിസ്സഹായാവസ്ഥയിലും കളപ്പുരകൾ വലുതാക്കിയും ധാന്യപ്പുരകൾ പുതുക്കിപ്പണിതും ചികിത്സയുടെയും പരിശോധന കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് പണം സമ്പാദിച്ചു കൂട്ടാൻ മത്സരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലെ ധാർമ്മികതയും മൂല്യബോധവുമില്ലാത്ത മാനേജ്മെന്റുകളോട് ഒരു ചോദ്യം: നിങ്ങൾ അനർഹമായ രീതിയിൽ സമ്പാദിച്ചു കൂട്ടുന്ന ഈ പണം നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തൊണ്ടക്കുഴിയിലെ അനക്കം എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന വിധത്തിലുള്ള ദുർബലനായ ജീവിതമാണ് മനുഷ്യൻ എന്ന് മറക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായി ആശുപത്രി ഉണ്ടാവാം. ഈ ലോകത്ത് എവിടെ പോയി ചികിത്സ നടത്താനും സാമ്പത്തികവും സ്വാധീനവും നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഉള്ളിലുള്ളതും ജീവനാണ്, പച്ചയായ ജീവൻ. നിങ്ങളെപ്പോലെ സ്വപ്നങ്ങളുള്ളവരാണ് ഞങ്ങളും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും. ഞങ്ങളുടെ നിസ്സഹായതകളെ, ഇല്ലായ്മകളെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. അതിനുമേൽ നിങ്ങൾ കൊട്ടാരങ്ങൾ പണിയരുത്. തകർന്നു പോകും ഇന്നല്ലെങ്കിൽ നാളെ. രോഗസൗഖ്യത്തിൻ്റെയും ചൂഷണരാഹിത്യത്തിൻ്റെയും രോഗീ പരിചരണത്തിൻ്റെയും പേരിൽ ഒരു രോഗി മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അനന്തര തലമുറകൾക്ക് പോലും അനുഗ്രഹമായി മാറും. എന്നാൽ കുത്തിനെ പിടിച്ചും കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയും എന്നതുപോലെ രോഗാവസ്ഥയെന്ന ദുർബലാവസ്ഥയെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുന്ന നിങ്ങളെയോർത്ത് നിസ്സഹായനും ദരിദ്രനുമായ രോഗി മനസ്സ് നൊന്ത് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പിൽക്കാല തലമുറകൾക്ക് കൂടി ശാപമായി മാറും. ഓർത്തിരിക്കുന്നത് നന്ന്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളെ
നിങ്ങളെക്കുറിച്ച് പുറലോകം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കൃത്യമായി കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും നിർദ്ദയമായി പെരുമാറുകയില്ലായിരുന്നു. ഒരു രോഗിയും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയല്ല നിങ്ങളുടെ ആശുപത്രികളിൽ നിന്ന് പടിയിറങ്ങുന്നത്, മറിച്ച് ആശ്വാസത്തോടെ മാത്രമാണ്. കിടപ്പാടം നഷ്ടപ്പെട്ടില്ലല്ലോ എന്നും ജീവൻ ബാക്കിയുണ്ടല്ലോ എന്നുമുള്ള ആശ്വാസത്താൽ. സൗജന്യം അഭ്യർത്ഥിച്ചല്ല ഒരു രോഗിയും നിങ്ങളുടെ ആശുപത്രികളെ സമീപിക്കുന്നത്. മെച്ചപ്പെട്ട ചികിത്സ മാത്രം പ്രതീക്ഷിച്ചാണ്. നിങ്ങൾ ചെലവാക്കുന്നതിനും അനുസരിച്ചുള്ള ന്യായമായ തുക നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതാരും നിഷേധിക്കുന്നില്ല. അത് കുറച്ച് തരാൻ നിങ്ങളോട് ആരും ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ രോഗികളുടെ സാമ്പത്തിക സ്ഥിതിയും ജീവിതാവസ്ഥ പോലും മനസ്സിലാകാതെയും കണക്കാക്കാതെയും നിങ്ങൾ അനാവശ്യ പരിശോധനകൾ നടത്തിയും കൂടിയ വിലകൾ ഈടാക്കിയും അവരെ കറവപ്പശുക്കളെ പോലെ സമീപിക്കുന്നതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധവും രോഷവുമുള്ളത്. യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രോഗികളെ ICUവിലും വെന്റിലേറ്ററിലും കിടത്തി പണം വസൂലാക്കുന്ന നിങ്ങളിലെ ഷെർലോക്കുമാരോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. രോഗികളോട് ദയ കാണിക്കാനും സഹതാപത്തോടെ അവരെ സമീപിക്കാനും കഴിയില്ലെങ്കിൽ ഡോക്ടർമാരെ നിങ്ങൾ പഠിച്ചതിനെല്ലാം എന്ത് വിലയാണുള്ളത്? നിരപരാധികളായ ആബേലുമാരുടെ ചോര നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും അതിന് കാത് കൊടുക്കാതെ പോവരുത്. നിങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളുമൊക്കെ രോഗികളുടെ കണ്ണീരിൽ മുങ്ങിപ്പോകാൻ ഒരൊറ്റ നിമിഷം മതി. ഒരൊറ്റ നിമിഷം. മുഖം നോക്കാതെയുള്ള ഒരു പൊതുജനാരോഗ്യ നയം നടപ്പിലാക്കാനുള്ള ആർജവത്വം ഇനിയും സർക്കാർ കാണിച്ചില്ലെങ്കിൽ, സ്വകാര്യ മാനേജ്മെന്റുകളുടെ തീക്കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കാൻ മാധ്യമങ്ങൾ ഇനിയും തയ്യാറാവുന്നില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം വലുതായിരിക്കും, വളരെ വലുതായിരിക്കും.